അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. തിന്മയിൽ നിന്നുള്ള മോചനത്തിന്റെ ദിവസമാണ്. സമ്പാദിച്ചിരിക്കുന്ന ഏറ്റവും തിന്മകളുടെ മേൽ തീരുമാനം ഉണ്ടാകാൻ വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിലെ സർവ്വസന്തോഷത്തോടെ ഈ സുപ്രഭാതത്തിലെ അമ്മയുടെ മനസ്സിൽ ജനിച്ച മാനസപുത്രിയാണ് അമ്മ. അതുകൊണ്ട് തന്നെ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾക്ക് അപ്രതിരോധ്യമായ മാധ്യസ്ഥ ശക്തിയാണ്. ആ അമലോത്ഭാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ അങ്ങയുടെ ഈ പ്രാർത്ഥന നടക്കുന്നത്. കർത്താവേ, അനേകം കുടുംബങ്ങൾ ആഭിചാരത്തിന് തിന്മകളിൽ പെട്ടിട്ടുണ്ട്. അനേകം ശത്രുക്കൾ വിഴുങ്ങിയിട്ടുള്ള കുടുംബങ്ങളുണ്ട്. ഒരു കാരണമില്ലാതെ ദുരുദ്ദേശത്തോടു കൂടി ശത്രുക്കളുടെ ശ്വാസം മുട്ടിച്ച് ജീവിക്കാൻ പൊറുതി മുട്ടിക്കുന്ന കുടുംബങ്ങളുണ്ട്. അവിടുന്ന് വിറ്റുചുട്ട് പോകാൻ വേണ്ടി അവരെ ഉപദ്രവിക്കുന്ന കുടുംബങ്ങളുണ്ട്. ശുദ്ധജീവികളെ വിട്ടും ആഭിചാരം ചെയ്തും ഉപദ്രവിക്കുന്ന കുടുംബങ്ങളുണ്ട്. മക്കളെ ഉപദ്രവിക്കുകയും അവരെ കളിയാക്കുകയും അങ്ങനെ പലതരത്തിൽ ഇവിടുന്ന് പോകാൻ പപ്പ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന പപ്പ മക്കളുടെ മുമ്പിൽ നിസ്സഹായം നിൽക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. അമ്മേ, സർപ്പത്തിൻ്റെ തലയെ തകർത്ത് നിൻ്റെ കൈകൾ, നിൻ്റെ കാലുകൾ, ഇങ്ങനെയുള്ള തകർക്കപ്പെട്ട കുടുംബങ്ങളിലെ ശത്രുദോഷമുള്ള കുടുംബങ്ങളിലെ മറ്റു തരത്തിലുള്ള ആവലാദികളും വിട്ട് മറ്റുള്ള ഞെരിക്കുന്ന കുടുംബങ്ങളിലെ അമ്മയുടെ കാല് പെടണം. ശത്രുക്കളുടെ തല തകർക്കപ്പെടുകയും അതേസമയം തന്നെ നിൻ്റെ നീതിക്ക് വേണ്ടിയും സ്നേഹത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി കഴിയുന്ന മക്കൾ ദൈവനാമത്തിൽ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി അമലോത്ഭവാതാവിനെ ഇന്നെല്ലാം എല്ലാ പീഡിത കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയ്ക്ക് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട് നിങ്ങളുടെ രോഗങ്ങൾ, പീഡകൾ, നിങ്ങളുടെ പ്രലോഭനങ്ങൾ, നിങ്ങളുടെ സങ്കടങ്ങൾ, ഞെരുക്കങ്ങൾ, സാമ്പത്തിക ദുരിതങ്ങൾ, വസ്ത്രം, സ്ഥലം, വീട്, ആരോഗ്യം, അടിസ്ഥാന സൗകര്യങ്ങളും അടിസ്ഥാന ആവശ്യങ്ങളും ഇല്ലാതെ വിഷമിക്കുന്ന നിങ്ങളുടെ ജീവിതം, ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, സമാധാനം ഇല്ലാത്തവർ, വീട്ടിൽ അലങ്കലപ്പെട്ട് കിടക്കുന്ന ജീവിതം, ഇങ്ങനെ ജീവിത പങ്കാളി കിട്ടാത്തവർ, അവർ മക്കൾ ഇല്ലാത്തവർ, ഇങ്ങനെ എല്ലാ വല്ലായ്മക്കാരെയും ഈ അമരോത്ഭവ ദിവസം ഈ സർപ്പങ്ങളെല്ലാം, ഈ തിന്മകളെല്ലാം മാതാവിൻ്റെ ചവിട്ട് കൊണ്ട് തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ഭൂസ്വർലോക രാജ്ഞിയായി മുട്ടിത്തെറിപ്പിക്കപ്പെട്ട പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം രാജകീയ ശക്തിയായി നിൻ്റെ കുടുംബത്തെ ഭരിക്കട്ടെ. അമ്മേ, സൈന്യാധിപേ, സൈന്യങ്ങളുടെ മാതാവായ അമ്മേ, ഈ എല്ലാ കുടുംബങ്ങളെയും
അമ്മയുടെ ചിറകിൻ്റെ കീഴിൽ സംരക്ഷിക്കണമേ. നിൻ്റെ നീല മേലങ്കിയാൽ അയാളുടെ മക്കളെ സംരക്ഷിക്കണമേ. അമലോത്ഭവത്തിൻ്റെ ആത്മീയ ശക്തിയാൽ നിങ്ങളുടെ തിന്മകൾ, നിങ്ങളുടെ ഭാരങ്ങൾ, നിങ്ങളുടെ രോഗങ്ങൾ, നിങ്ങളുടെ അവശതകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നമ്മളിന്ന് വായിക്കുന്ന സുവിശേഷം ഉൽപ്പത്തി പുസ്തകം 3:15. നീയും സ്ത്രീയും തമ്മിലും 13:15 നീയും സ്ത്രീയും തമ്മില് നിന്റെ സന്തതിയും അവളുടെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും. നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ഇത് എനിക്ക് ഏറ്റവും എല്ലാപ്പോഴും ഇഷ്ടപ്പെട്ട വചനമാണിത്. കാര്യം ഇത് പുതിയ നിയമം മുഴുവനും ഇത് ഒറ്റ വചനത്തിലാണ്. ഇങ്ങനെ ഒരു ആണിക്കല്ല് വചനം എന്ന് പറയും, അടിസ്ഥാന വചനമാണ്. അതായത് അപ്പായുടെ മനസ്സിൽ അമ്മ ജനിക്കുന്ന ഒരു മുഹൂർത്തമാണിത്. അപ്പ വിശ്വസിച്ച ഒരു സ്ത്രീവർഗം, അതിലൂടെ പുരുഷവർഗവും തീർച്ചയായിട്ടും ദൈവഹിതത്തിൽ നിന്നും ദൈവിക പദ്ധതിയിൽ നിന്നും അകന്നുപോയും കൃപ നഷ്ടപ്പെടുത്തുകയും ചെയ്ത ആത്മീയമായി മരിച്ചുപോയ ഒരു സാഹചര്യം. അവിശ്വസ്തയുടെയും വഞ്ചനയ്ക്ക് അകപ്പെട്ടും തിന്മകളിലേക്ക് കുപ്പുകുത്തിയ മനുഷ്യപ്രകൃതിയുടെ ദുരാവസ്ഥകൾ ഭയങ്കരമായിട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ് ഈ പ്രതീകങ്ങളിലൂടെ. അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥയിൽ അപ്പായുടെ സ്നേഹം കണ്ടുപിടിച്ച ഒരു മാർഗമാണ് എന്താണ്? അമ്മയുടെ ജനനം. എന്താണ്? എന്നെ അനുസരിക്കുന്ന ഒരു മകള് ഏത് കുരിശ് കിടന്നാലും മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരമാകാൻ മനുഷ്യപ്രകൃതിയെ ദൈവം വരേണ്ടി വന്നാൽ ആ കുരിശ് സർവാനുമനായി ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ കുരിശ് ചുവട്ടിലെ എൻ്റെ കർത്താവിൻ്റെ ദാസ്യം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ദൈവഹിതം നിറവേറ്റുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലെ, യഥാർത്ഥ ദൈവ പൈതലെ അപ്പയുടെ മനസ്സിലെ സ്വപ്നമാണ് അമ്മ. അതുകൊണ്ട് തന്നെയാണ് ഈശോയും അപ്പയും കൂടി അമ്മയുടെ ശിരസിൽ കിരീടം വെക്കുന്ന മഹാകാഴ്ചകൾ കലാകാരന്മാർ കാണിച്ചു തരുന്നത്. സൊലോമൻ രാജ്ഞിയായി അമ്മ മുടിപ്പിക്കപ്പെടുന്നതും. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഈ ആദ്യമകാരി ഇപ്പം വാസ്കോ ഡി ഗാമയും അതുപോലെ എല്ലാ കപ്പലോട്ടക്കാരും അവരുടെ കപ്പലിൻ്റെ ഫ്രണ്ടിൽ വെച്ചിരുന്നത് അവർക്ക് ഒരു സ്ഥലം അറിയാൻ പറ്റില്ല, എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പറ്റില്ല, ഏത് കാലത്തേക്ക് എത്തുമോ തിരിച്ചു വരുമോ ഒന്നും അറിയത്തില്ല. പക്ഷേ കപ്പലിൻ്റെ ഫ്രണ്ടിൽ, വാസ്കോ ഡി ഗാമയുടെ കപ്പലിൻ്റെ ഫ്രണ്ടിൽ മാതാവിൻ്റെ അമലോത്ഭവ മാതാവിൻ്റെ രൂപമാണ് വെക്കണം. അങ്ങനെ ഇറങ്ങുമ്പോഴും അതുപോലെ തന്നെയാണ്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ചരിത്രത്തിലൊക്കെ എല്ലാം സംസ്കരിക്കാൻ നോക്കും. അവരൊരു ബിസിനസ്സിന് വന്നതാണ്. ആ ബിസിനസ്സിൻ്റെ പേരിൽ പിന്നീട് അവർ ആ ബിസിനസ് എല്ലാ രാജ്യങ്ങളിലുള്ളവരെല്ലാവരും ചെന്നിട്ട് എല്ലായിടത്തും യുദ്ധം തന്നെ ചെയ്തിരിക്കണത്. അതിൻ്റെ അകത്ത് ആരും പ്രത്യേകിച്ച് ആരും ബ്ലാക്ക് മെയിൽ ചെയ്യേണ്ട കാര്യം ചരിത്രത്തിൽ കരുതേക്കേണ്ട കാര്യമില്ല. ആരെല്ലാം ഇവിടെയെല്ലാം പോയിട്ടുണ്ട് അവരെല്ലാം യുദ്ധം ചെയ്യുകയും തങ്ങളുടെ വിശ്വാസത്തെ പ്രചരിപ്പിക്കുകയും ചെയ്യും. ചേർത്ത് നിൽക്കാൻ കഴിയുള്ളവരുടെ നിന്ന് വില പോകത്തില്ല, ചേർത്ത് നിൽക്കാൻ പറ്റാത്തുള്ളവർ സന്തോഷത്തിൽ സ്വീകരിക്കുന്നവരുണ്ട്. അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ പക്ഷേ എൻ്റെ പോയിൻ്റ് അതല്ല. എൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത് സാഹസികമായ യാത്ര, ലോകത്തിൻ്റെ ചരിത്രം തിരുത്തിക്കുറിച്ച ഒരു യാത്രയാണ്. ആ യാത്രയുടെ മുമ്പിൽ നിൽക്കുന്നത് ആരാണ്? അമലോത്ഭവ മാതാവാണ്. അത് അവരുടെ വിശ്വാസമാണ്. വാസ്കോ ഡി ഗാമയുടെ നെഞ്ചിൽ ഒരു പ്ലേറ്റാണ് സ്വർണ്ണത്തിന് പലക, അതിന്മേൽ അമലോത്ഭവ മാതാവിൻ്റെ രൂപം ഇങ്ങനെ പൊത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ സാമുദ്രി എടുത്ത് വന്നപ്പോൾ സാമുദ്രിക്ക് കുറച്ച് സ്വർണവും ഒക്കെ പോർട്ടുഗീസ് രാജാവ് കൊടുത്തു വിട്ടായിരുന്നു. അതൊക്കെ കാഴ്ചവെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് ഈ ചെവി തിന്ന ആൾക്കാർ പറഞ്ഞ് ആ നെഞ്ചത്ത് കിടക്കണ ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ സ്വർണ്ണമാണെന്ന് വിചാരിച്ചൊരു സാമുദ്രി അത് ചോദിച്ചു. കേരളപ്പഴമേൽ ഗുണ്ടേട്ടൻ്റെ പുസ്തകത്തിൽ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ സാമുദ്രിയോട് ഈ അമലോത്ഭവ മാതാവിനെ കൊത്തി വെച്ചിരിക്കുന്ന ഈ സ്വർണ്ണ പ്ലേറ്റാണ്, മരത്തിൽ പ്ലേറ്റാണ് ചോദിച്ചത്. സ്വർണ്ണമാണെന്ന് വിചാരിച്ച് ചോദിച്ചതാണ്. അപ്പോൾ വാസ്കോ ഡി ഗാമ പറയും ഇത് തരികയിലെന്ന് ദുഭാഷിയുടെ കൂടെ പറഞ്ഞു. ഈ ഭാഷ തർജ്ജമ ചെയ്യുന്ന ആളോട് പറയും ഇത് തരികയില എന്ന കാര്യം. ഇത് സ്വർണ്ണമല്ല, ഇത് സ്വർണ്ണമായാലും തരത്തില്ല. കാര്യം സ്വർണ്ണത്തേക്കാൾ വിലയുണ്ട്. ഇവളാണ് ഞങ്ങളെ കടലിൽ വെച്ച് രക്ഷിച്ചത്, അവരൊരു മാതാവ്. അപ്പോൾ അവിടെയൊക്കെ വിശ്വാസം അതാണ്. അവരൊക്കെ ഈ ലോകത്തിൽ ഇന്ന് ജയിച്ചവരാണ് ചരിത്രത്തിൻ്റെ പുരുഷന്മാരുടെ ഉണ്ടെങ്കിൽ അതിന് പിന്നിലെല്ലാം എല്ലാ വിജയത്തിന് മുമ്പിലും ഒരു സ്ത്രീയുണ്ട്. ക്രിസ്തുവിൻ്റെ ആയാലും വാസ്കോ ഡി ഗാമ ആയാലും എല്ലാം. അതായത് നമ്മളെ മാതാവിൻ്റെ മധ്യസ്ഥം സത്യസന്ധമാണ്. മാതാവിൻ്റെ മധ്യസ്ഥത്തിനുള്ളതാണ്. യേശുവിൻ്റെ ജീവിതം ജീവിച്ച് സാക്ഷ്യമാകാനുള്ളതാണ്. അങ്ങനെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്കും ക്രിസ്തുവിനെ കൈമാറുന്നവർക്കും മാതാവ് കൂടിയ തീരത്തുള്ളൂ. എന്താ കാര്യം?
മാതാവാണ് ക്രിസ്തുവിനെ സ്വീകരിച്ചതും, മാതാവാണ് വയറ്റിയിട്ട് വളർത്തിയതും, മാതാവാണ് വീട്ടിൽ നിർത്തി വളർത്തിയതും, മാതാവാണ് പരസ്യത്തിൽ കൂടെ പോയതും, കുരിശിൻ്റെ ചുവട്ടുവരെ നിന്നിട്ട് ഇതാ കർത്താവിൻ്റെ ദാസ്യം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇഷ്ടം നിറവേറ്റെന്ന് പറഞ്ഞ ആ വാക്ക് രക്തത്തിൽ ചവിട്ടിൽ നിന്ന് പാലിച്ച അമ്മയാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ മധ്യസ്ഥം മാതൃകയുമാണ്, അമ്മയുടെ മധ്യസ്ഥം അപ്രതിരോധ്യമാണ്. ദൈവത്തിന് പോലും അമ്മയുടെ മധ്യസ്ഥം പ്രതിരോധിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് സമയമായില്ലെന്ന് പറഞ്ഞിട്ട് പോലും കർത്താവ് സമയമാക്കി അമ്മയുടെ വാക്ക് ബഹുമാനിച്ചത്. അമ്മയുടെ വാക്ക് ബഹുമാനിക്കുന്ന ക്രിസ്തുവും അമ്മയുടെ വാക്ക് ബഹുമാനിക്കുന്ന അപ്പനോടുള്ള കാലം മരിയം മധ്യസ്ഥം ലോകത്തെ ഭരിക്കും, നിങ്ങളെയും നമ്മളെയും. എൻ്റെ പേര് റിൻസി, ഭർത്താവിൻ്റെ പേര് ആൽബി. ഞങ്ങളുടെ സ്ഥലം കുമ്പളങ്ങി. എൻ്റെ ഭർത്താവിന് കഴിഞ്ഞ ഏപ്രിൽ മാസം കടുത്ത ഛർദിലും വയറുവേദനയും മൂലം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഗ്യാസിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞാണ് ഞങ്ങൾ പോയത്. ഡോക്ടറിനോട് വിവരങ്ങൾ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു എൻഡോസ്കോപ്പി ചെയ്യണമെന്ന്. എൻഡോസ്കോപ്പി ചെയ്യാൻ വേണ്ടി പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻഡോസ്കോപ്പി പൂർത്തിയാക്കാൻ പറ്റിയില്ല, ബ്ലോക്ക് മൂലം ക്യാമറ ഉള്ളിലേക്ക് പോണില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു ഒരു സ്കാൻ ചെയ്യണം, എന്നിട്ട് നമുക്ക് എന്താണെന്നുള്ളത് ബാക്കി പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. റിസൾട്ട് വന്നപ്പോൾ ഭർത്താവിന് ക്യാൻസറാണെന്ന് പറഞ്ഞു. ആമാശയത്തിൽ ലിംഫോമ എന്ന ക്യാൻസറാണെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അത് കേട്ടപ്പോൾ ആകെ തളർന്നു പോയി. എന്ത് ചെയ്യണമെന്ന് അറിയാതെ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു. ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യാനുള്ള ആരോഗ്യസ്ഥിതി ഭർത്താവിന് ഇല്ലെന്ന് പറഞ്ഞു. കാരണം ഒന്നും കഴിക്കുവാനോ വെള്ളം പോലും കുടിക്കുവാനോ ഭർത്താവിന് സാധിക്കില്ലായിരുന്നു. നേരത്തെ കഴിച്ചിരുന്ന ഭക്ഷണം മൂക്കിൽ കൂടി ട്യൂബിട്ട് കളയണമായിരുന്നു. ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കുവാനും പാടില്ല. കോട്ടണിൽ നനച്ച് മാത്രമേ ചുണ്ട് നനച്ച് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ അഡ്മിറ്റാക്കി. ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ നമുക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 5 ദിവസം ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഈ ട്രിപ്പ് സ്റ്റാർട്ട് തുടങ്ങി 2-ാം ദിവസമായപ്പോൾ ഞങ്ങളുടെ അടുത്ത കട്ടിലിൽ ഒരു കലവൂർന്ന് വരുന്ന ഒരു ചേട്ടനെ കൊണ്ടുവന്ന് കിടത്തി. ആ ചേട്ടൻ്റെ ഭാര്യയുടെ കയ്യിൽ കൃപാസനം പത്രമുണ്ടായിരുന്നു, തൈലവും ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ജപമാല ചൊല്ലി, ഞങ്ങൾ 2 പേരും ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ചേച്ചി ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു ഞാൻ ഈ കൃപാസനം പത്രം തരാം, ഇത് വായിച്ചു കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ സ്നേഹപൂർവ്വം അത് വായിച്ചു. ചേച്ചി തൈലം പുരട്ടി തന്നു. ആദ്യത്തെ ദിവസം എനിക്കറിയില്ലാഞ്ഞു, ഉടമ്പടി എടുത്തവർ മാത്രമേ ആ തൈലം എടുക്കാൻ പാടുള്ളൂ എന്ന്. ചേച്ചിനോട് പറഞ്ഞു ഒന്നും കൂടി ആ തൈലം എനിക്ക് തരുമോ, നല്ലൊരു ആശ്വാസം എൻ്റെ ഭർത്താവിനുണ്ടെന്ന് പറഞ്ഞു. ചേച്ചി പറഞ്ഞു മോളെ ഞാനത് പ്രാർത്ഥിച്ച് പുരട്ടി തന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി തന്നെ പുരട്ടി തരികയും അവർ 3-ാം ദിവസം അവർ ഡിസ്ചാർജ് ചെയ്ത് പോവുകയും ചെയ്തു. ചേച്ചി പറഞ്ഞു ഒന്നുകൊണ്ടും മോള് പേടിക്കണ്ട, മോള് പോയി ഉടമ്പടി എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേച്ചി തീർച്ചയായും ഞാൻ എൻ്റെ ഭർത്താവിനെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഉടമ്പടി എടുക്കും, ഓൺലൈനിലൂടെയെങ്കിലും ഭർത്താവിന് ഉടമ്പടി എടുപ്പിക്കുമെന്ന്. അപ്പോൾ എൻ്റെ ഭർത്താവിന് കൂടുതൽ അങ്ങോട്ട് ഇവിടെ വരുവാനുള്ള അത്ര വിശ്വാസം ഞങ്ങൾ നേരത്തെ ഇല്ലാഞ്ഞു. പക്ഷേ എൻ്റെ ഭർത്താവ് പറഞ്ഞു എനിക്ക് എൻ്റെ മാതാവ് എന്നെ സൗഖ്യപ്പെടുത്തുമെന്ന് എന്നെ പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ 5 ദിവസം ട്രിപ്പ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ട്രിപ്പ് മാത്രം കൊടുത്തുകൊണ്ട് കാര്യമായില്ല, കാരണം വെയിറ്റ് നല്ലോണം ഉണ്ടെങ്കിൽ മാത്രമേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഒരു പ്രോട്ടീൻ പൗഡർ ഉണ്ട്, ആ പ്രോട്ടീൻ പൗഡർ കൈയുടെ ഞരമ്പിൽ കൂടിയല്ല കഴുത്തിൻ്റെ ഞരമ്പിൽ കൂടി വേണം കയറ്റാമെന്ന് പറഞ്ഞു. അതിന് 5000 രൂപ വില വരുമായിരുന്നു. ഞങ്ങളെ മാതാവ്, ഞാൻ അമ്മയോട് ആ നിമിഷം പ്രാർത്ഥിച്ചു, അമ്മേ ഞാൻ വന്ന് ഉടമ്പടി എടുത്തുകൊള്ളാം, അമ്മ എൻ്റെ ഭർത്താവിന് സൗഖ്യം നൽകണം, ഞാൻ വന്ന് കൃതജ്ഞത പറഞ്ഞുകൊള്ളാം. കാരണം എല്ലാവരും കൃതജ്ഞത പറയുമ്പോൾ ഞാൻ ഇവിടെ നേരത്തെ വന്നുകൊണ്ടിരുന്ന് ഇടയ്ക്കൊക്കെ വരുമായിരുന്നു. അപ്പം ഞാൻ പറയും മാതാവ് എനിക്കൊരു കൃതജ്ഞത പറയാനുള്ള അവസരം നീ എനിക്ക് തരണം. ആ ഒരു അവസരമാണ് മാതാവ് എനിക്കിപ്പോൾ തന്നിരിക്കുന്നതെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ജപമാലയും ചൊല്ലിക്കൊണ്ട് ഇരുന്നേച്ചു. ഡോക്ടർ പറഞ്ഞ് നമുക്ക് 5 ദിവസം വരെ ഇയാൾക്ക് ആ പ്രോട്ടീൻ പൗഡർ കയറ്റിക്കൊണ്ട് ഇരുന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാം, ഒരു എമർജൻസി സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അതിലൂടെ നമുക്ക് ഓപ്പറേഷൻ എങ്ങനെ വേണം, എത്രയും വലുതാണെന്ന് അപ്പോൾ പറയാമെന്ന് പറഞ്ഞു. ആദ്യത്തെ ഓപ്പറേഷന് 2 ലക്ഷം രൂപയാണ് പറഞ്ഞിരുന്നത്. ഞങ്ങൾ അത് ആകെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു
ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ഞങ്ങളെ മാറ്റിത്തരണം. കാരണം അതിനുള്ള സാമ്പത്തിക സ്ഥിതി എൻ്റെ കയ്യിലില്ല. ഞാനും എൻ്റെ ഈ ഇളയ മോളും മാത്രമേ ഇപ്പോൾ കൂടെയുള്ളൂ. ഞങ്ങൾക്ക് വേറെ ആരുമില്ല. പരിശുദ്ധ അമ്മ എൻ്റെ കയ്യിൽ ഈ ജപമാലയുണ്ട് ഡോക്ടർ എന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറോട് പറഞ്ഞ കാര്യമാണ്. ഡോക്ടർ പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട, ഞാൻ എന്തായാലും ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. സ്കാൻ ചെയ്യുന്ന ആ ടെസ്റ്റ് ചെയ്യുന്നതിന് 9,000 രൂപ വരുമെന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടറെ ഒരു 10 മിനിറ്റ് സമയം എനിക്ക് തരണമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞു. ഞാൻ അപ്പോൾ എൻ്റെ അമ്മേനോട് പ്രാർത്ഥിച്ചു, എൻ്റെ കൃപാസന മാതാവേ, ഞാൻ വന്ന് ഉടമ്പടി എടുത്തുകൊള്ളാം, എന്നെ നീ സഹായിക്കണം, എനിക്ക് നീ താങ്ങായിട്ട് നിൽക്കണം, എനിക്ക് വേറെ അല്ല. കർത്താവെ തുണിയായിരിക്കണമേ, എനിക്ക് കരുണയായിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു വെച്ചു. ഞാൻ ഓഫീസിലേക്ക് വിളിച്ചു സാർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, ചേച്ചി ടെസ്റ്റ് ചെയ്തോളൂ, ഓപ്പറേഷൻ ടെസ്റ്റിനുള്ള പൈസ ഞാൻ ഇപ്പോൾ അയച്ചു തരാം. എനിക്ക് 9,000 രൂപയാണ് ആവശ്യമുള്ളത്. പക്ഷേ എനിക്ക് സാർ അയച്ചു തന്നത് 20,000 രൂപയായിരുന്നു എനിക്ക് അയച്ചു തന്നത്. ഞാൻ അങ്ങനെ ഡോക്ടറുടെ കാര്യങ്ങൾ പറഞ്ഞു. ഡോക്ടർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞ് ഈ ടെസ്റ്റ് ചെയ്യുന്ന നന്നായി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. ഞാൻ അവിടുത്തെ ഹോസ്പിറ്റലിലെ ചാപ്പലിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ഇയാളോട് പറഞ്ഞു, പേടിക്കണ്ട, കൃപാസനം പത്രകം ഉണ്ടല്ലോ, അത് വയറ്റത്ത് വെച്ച് കിടന്നോ, ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. കാരണം ആ ചേച്ചി എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ വിശ്വാസമാണ് തോന്നിയത്. എന്തോ ഒരു പ്രത്യാശ, എൻ്റെ കൂടെ ഒരാൾ ഉണ്ട് എന്നൊരു തോന്നലാണ് എനിക്ക് ആ നിമിഷം മുതൽ എനിക്ക് അനുഭവപ്പെട്ടത്. ഞാൻ ഇങ്ങനെ അവിടെ ഡോക്ടർ പറഞ്ഞു പിറ്റേ ദിവസം 4:30 മണിക്കാണ് ഇതിൻ്റെ റിസൾട്ട് വരുവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം 4:15 വരെ ആ ചാപ്പലിൽ പോയിരുന്ന് കൈ വിരിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നു കേട്ടോ, കൃപാസനം പത്രം വയറ്റത്ത് വെച്ച് മാറ്റരുത്, ജപമാലകൾ ഞാൻ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞു. 4:15 ഞാൻ ഡോക്ടറിൻ്റെ റൂമിലേക്ക് ചെന്നു. ശരിക്കും അതിശയമൊന്നുമില്ല, ഡോക്ടർ എന്നോട് എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ ഡോക്ടർ എന്നോട് പറഞ്ഞത്, ഓപ്പറേഷൻ വേണ്ട, 6 കീമോയിലൂടെ നമുക്ക് ഇയാളെ സുഖപ്പെടുത്താൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കീമോ ചെയ്യണേ 25,000 രൂപയാണെന്ന് പറഞ്ഞു. ഡോക്ടറുണ്ട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ എന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് മാറ്റ്, കാരണം എനിക്കത് താങ്ങാവുന്നതിലപ്പുറമാണ്. എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ചയായിട്ടുണ്ടായുള്ളൂ, മൂത്ത മോളുടെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ടെൻഷൻ അടിക്കണ്ട, നമുക്ക് ആലോചിക്കാം. ഞാനിപ്പോൾ ക്യാൻസർ ഡോക്ടറിൻ്റെ അടുത്തിലേക്ക് കൈമാറണേ, ഡോക്ടർ ബാക്കിയുള്ള കാര്യം പറയുമെന്ന് പറഞ്ഞു. ക്യാൻസർ ഡോക്ടർ വരുൺ രാജനായിരുന്നു. ഡോക്ടർ വന്ന് പറഞ്ഞു നമുക്ക് ഒരു ICUയിലേക്ക് ഇയാളെ മാറ്റണം, കാരണം ഇനി കീമോ ചെയ്യുന്നതിന് ഇയാളെ ഒരിക്കലും വാർഡിൽ കിടത്താൻ പാടില്ലെന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറെ എനിക്കിവിടെ കിടത്താൻ പറ്റില്ല, കാരണം എനിക്ക് താങ്ങാവുന്നതിലപ്പുറമാണ് ഇവിടുത്തെ പൈസ എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയുന്നത്. ഡോക്ടർ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമുക്ക് ഒരു റൂമിലേക്ക് ഇയാളെ മാറ്റാം, അവിടെ ICUവിൻ്റെ എല്ലാവിധ ട്രീറ്റ്മെൻറ്റോടുകൂടെ, ICUവിലാണെന്നോർത്ത് പേടിക്കേണ്ട, ആരും കയറാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ICU എന്ന് പറഞ്ഞത്, കുഴപ്പമില്ല റൂമിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാളെ റൂമിലേക്ക് മാറ്റിയപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ് 10,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് നിങ്ങളിലേക്ക് ഞാൻ തരാം, അത് ഈ ട്രീറ്റ്മെൻറ്റിന് ഉപകരിക്കുമെന്ന് പറഞ്ഞു. മാതാവ് ഞങ്ങളെ ഓരോ നിമിഷം ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ വേണ്ടി ഓരോ മക്കളെയും ഞങ്ങളെ ഒരുക്കിക്കൊണ്ടിരുന്നു. ഞാൻ ശരിക്കും ഉടമ്പടി എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ നിമിഷം തന്നെ മാതാവ് എനിക്കൊരു മകളെ ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോഴും പൂർണ്ണമായിട്ട് മാതാവിലേക്ക് തന്നെ ഇയാളെ വിട്ടുകൊണ്ടിരുന്നു. കാരണം ഞാൻ ചെറുപ്പം മുതലേ മാതാവിനെ മാത്രമേ, എൻ്റെ അമ്മയോട് എൻ്റെ പെറ്റമ്മയോട് പറയാത്ത കാര്യം പോലും ഞാൻ എൻ്റെ അമ്മയോട് മാത്രമേ എല്ലാം ഞാൻ സങ്കടങ്ങളെല്ലാം ഒതുക്കിക്കൊണ്ടിരുന്നുള്ളൂ. അമ്മ അങ്ങനെ ഡോക്ടറായിട്ട് എനിക്ക് സഹായം നൽകിക്കൊണ്ടിരുന്നു. ഡോക്ടർ പറഞ്ഞു കീമോ ചെയ്യുന്നതിന് 1 ആഴ്ച കഴിയും, നമുക്ക് സാമ്പിൾ ഒരു കീമോ കൊടുക്കണം, അത് നമുക്ക് 2 ദിവസം കഴിയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇയാളോട് പറഞ്ഞു ആ ചേച്ചി തൈലം പുരട്ടി തന്നിട്ടുണ്ടല്ലോ, ആ തൈലത്തിൻ്റെ ശക്തി ഇവിടെ നമുക്ക് കാണാൻ കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു എനിക്ക് ആ തൈലം പുരട്ടി കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സുഖം ലഭിച്ച പോലെ തോന്നിയിട്ടാണ്. കാരണം ഇയാൾ അത്രയും ജപമാല നിന്നില്ല, പക്ഷേ ഇയാൾ ഓരോ മിനിറ്റിന് ജപമാല ചെല്ലാതെ തന്നെ കൊണ്ടിരുന്നു വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു ആ ജപമാലയുടെ ശക്തിയും കൃപാസന മാതാവിൻ്റെ ശക്തി നമ്മൾ
നമുക്ക് തരും, ഞാൻ ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇയാൾ പറയും ഞാനും ഉടമ്പടി എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു തനിക്കിപ്പോൾ ഉടമ്പടി എടുക്കാൻ പറ്റില്ലല്ലോ, കാരണം ഞാൻ പോയി ഉടമ്പടി എടുത്തോളാം എന്ന്. പക്ഷേ ഞങ്ങൾ ഉടമ്പടി എടുത്തോളാം എന്ന് പറയുമ്പോൾ ഞങ്ങളെ സഹായിക്കാൻ ഓരോ മക്കളെയും മാതാവ് ഒരുക്കി കൊണ്ടേയിരുന്നു. അങ്ങനെ 2 ദിവസം റൂമിൽ കിടന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇനി ഒരു സാമ്പിൾ കീമോയാണ് കൊടുക്കാൻ വന്നത്, അത് ഒരു കോഴ്സിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാളോട് അതിനു മുമ്പായിട്ട് ഞാൻ വിട്ടുപോയി, ഇയാൾക്ക് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാൻ പറ്റുമില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു എൻഡോസ്കോപ്പി ചെയ്ത് നോക്കാം, അതിലൂടെ ഇയാളുടെ ബ്ലോക്ക് കുറച്ചെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ വെള്ളം കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, അമ്മേ ഒരിത്തിരി വെള്ളം കൊടുക്കാൻ സാധിക്കണം, കാരണം ഞാനും എൻ്റെ മകളും ഒരിത്തിരി ഭക്ഷണം കഴിക്കുന്നത് ഇയാൾ ഉറങ്ങുമ്പോഴും ഇയാൾ ബാത്റൂമിലോട്ട് ഇയാൾ കൊണ്ടുപോയി കഴിയുമ്പോഴും എൻ്റെ മോള് പറ അമ്മേ എങ്ങനെ നമ്മൾ കഴിക്കും ഭക്ഷണം, അപ്പം ഇങ്ങനെയല്ലേ പറയുന്നത്. അപ്പം പറയുന്നത് മോളെ എനിക്കൊരു ഇത്തിരി വെള്ളം തരും, എൻ്റെ ചുണ്ട് വലിഞ്ഞു പോകണമെന്ന് പറയും. ശരിക്കും എൻ്റെ കണ്ണിനീരോടെയാണ് ഞാൻ ആ പുത്തൻ വെള്ളം ഇയാളുടെ ചുണ്ടിൽ തൊട്ട് കൊടുത്തിരുന്നത്. അങ്ങനെ എൻഡോസ്കോപ്പി ചെയ്ത് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു 50% തുറന്നിട്ടുണ്ട്, ഇനി വെള്ളം കൊടുക്കാമെന്ന് പറഞ്ഞു. ജ്യൂസ് ആയിട്ട് കൊടുക്കാം, വേറെ ഒന്നും കട്ടിയായിട്ട് കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ 5 ദിവസം അങ്ങനെ ജ്യൂസ് മൂലം കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു സാമ്പിൾ കീമോ കൊടുക്കാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. നന്നായി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ അവിടെ വരും, അമ്മ എൻ്റെ ഭർത്താവിന് സൗഖ്യം തന്നേ പറ്റൂ എന്ന് പറഞ്ഞു. ഡോക്ടർ സാമ്പിൾ കീമോ കൊടുത്ത് പറഞ്ഞ് എന്തെങ്കിലും അതിൻ്റെതായ ഒരിത് കാണിക്കും, അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ അമ്മ ഇയാളെ തൊടുകയായിരുന്നു, ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. സാമ്പിൾ കീമോ കൊടുത്തിട്ടിരുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒരു കുഴപ്പവുമില്ലല്ലോ ആൽബിക്ക്, എന്തായാലും നമുക്ക് അടുത്ത ആഴ്ച ആ കോഴ്സിൻ്റെ ആരംഭിക്കാം, ഇപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ നിങ്ങളെ ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടറെ എനിക്ക് 25,000 രൂപ എനിക്ക് താങ്ങാൻ പറ്റൂല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ നിങ്ങളെ വിളിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ഫോണിലേക്ക് ഡോക്ടർ വിളിച്ചു പറഞ്ഞു 25,000 രൂപയുടെ കീമോ 6 എണ്ണം ചെയ്യുന്നതിന് ഞങ്ങളുടെ ഡോക്ടറിൻ്റെ ട്രസ്റ്റിൽ ഇയാളുടെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട, ആ 6 കീമോ ഞങ്ങളുടെ ഇതിൽ ട്രസ്റ്റിൽ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞു. അമ്മ അങ്ങനെ ഞങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോഴും ഇയാളെന്നോട് പറഞ്ഞു അമ്മ സുഖപ്പെടുത്തും, ഞാനൊന്ന് ഉടമ്പടി എടുക്കാം, എനിക്കൊന്ന് കൃപാസന മാതാവിൻ്റെ അടുത്ത്. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് പൂർണ്ണമായി സുഖം പ്രാപിക്കുമ്പോൾ അവിടെ നമ്മൾ ചെല്ലുമല്ലോ, ചെന്നിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ 6 കീമോയും സെപ്റ്റംബറോടെ 6 കീമോയും അവസാനിച്ചു. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞ് ഇനി ഒരു പെറ്റ് CT ഉണ്ട്, അത് ചെയ്യുന്നതിന് 20,000 രൂപയാണെന്ന് പറഞ്ഞു. എൻ്റെ ഡോക്ടർ പറഞ്ഞ പ്രകാരം അവർ 18,000 രൂപയിൽ തന്ന് 2,000 രൂപ കുറച്ചു. അപ്പോഴും ഞാൻ ഡോക്ടറെ ഞാൻ എന്ത് ചെയ്യും, ഈ 18,000 രൂപ എങ്ങനെ ഞാൻ ശരിയാക്കും? അപ്പം ഞാൻ അതിനു മുമ്പായിട്ട് ഇയാളെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് ജൂൺ 29-ാം തീയതി വന്ന് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ആദ്യത്തെ നിയോഗം ഇത് വെച്ചാണ് പ്രാർത്ഥിച്ചിരുന്നത്. 2ാമത്തെ നിയമം എൻ്റെ മോൾക്ക് BSc നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടണം, കാരണം അവൾ നേഴ്സിംഗ് മതി എന്നുള്ള ഒരു കാര്യം മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഈ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നുണ്ട്, മാതാവേ എനിക്ക് ഇത് സാധിച്ച് തരണം, കാരണം ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ആദ്യമായിട്ടാണ് ഞാനിവിടെ ഒറ്റയ്ക്ക് വരുന്നത്, പക്ഷേ എനിക്കിത് സാധിച്ച് തന്നേ പറ്റുള്ളൂ, എനിക്ക് അമ്മയോടല്ലാതെ വേറെ ആരോടും എനിക്ക് പറയാനില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് പത്രം ഞാൻ എൻ്റെ ഓഫീസുകളിലും കൊണ്ടേ കൊടുത്തു. ഹിന്ദുക്കൾക്കാണ് ഞാൻ കൊടുത്തപ്പോൾ അവർക്ക് അത്ര വിശ്വാസം തോന്നില്ല. ഞാൻ പറയും ഇതൊന്ന് വായിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട, വായിച്ചാൽ മാത്രം, അതിലൂടെ നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവുമെന്ന് പറയും. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം അവരെന്നോട് പറഞ്ഞു കൊണ്ടുപോകാൻ ചേച്ചി ഞങ്ങൾ വായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഓഫീസുകളിലും അയൽവാസികളിലും കൊടുത്തു. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ജോലിയും കഴിഞ്ഞ് പോയി കുമ്പസാരിക്കും. അതുപോലെ തന്നെ എന്നാലാവുന്നവരിൽ കാരുണ്യ പ്രവൃത്തി ഞാൻ ചെയ്തുകൊണ്ടേ അങ്ങനെ ഇരുന്നു. അങ്ങനെ ഞാൻ ആദ്യത്തെ ഉടമ്പടി എടുത്ത് വന്ന് തീർന്നത് ഒക്ടോബർ 2-ാം തീയതിയാണ്. ഞാൻ ഈ കഴിഞ്ഞ ഒക്ടോബർ 2-ാം തീയതി പുതുക്കലിൽ വന്നിട്ടുണ്ടായിരുന്നു. പുതുക്കിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാനീ പെറ്റ് CT എടുക്കുകയാണെങ്കിൽ എൻ്റെ അമ്മയുടെ അടുത്ത് എൻ്റെ ഭർത്താവിനെ ഞാൻ കൊണ്ടുവരും, അച്ഛൻ്റെ ആശീർവാദം ഞാൻ മേടിക്കും, എന്നിട്ട് മാത്രമേ ഞാൻ ഈ പെറ്റ് CT എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞാണ് ഞാനിവിടെ നിന്ന് 2-ാം തീയതി പോയത്. കഴിഞ്ഞ 23-ാം തീയതി എൻ്റെ ഭർത്താവിനെ ഞാനിവിടെ കൊണ്ടുവന്നു. 27-ാം തീയതി ആയിരുന്നു
പെഡ് സീറ്റ് പറഞ്ഞത്. 23-ാം തീയതി എനിക്ക് ഒഴിവായതുകൊണ്ട് ഞാനിവിടെ അമ്മയുടെ അടുത്ത് കൊണ്ടുവന്നു. അച്ഛൻ്റെ ആശീർവാദവും എല്ലാം മേടിച്ചു. തൈലം പുരട്ടി കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു എനിക്കെന്തോ ഒരു തണുപ്പ് പോലെ തോന്നിയത്. ഇനി പെഡ് സീറ്റ് ഒന്നും എടുക്കണ്ട, അതിനുള്ള പൈസയൊന്നും ഇല്ലല്ലോ, അതൊക്കെ മാതാവ് സുഖം പ്രാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സാക്ഷ്യം പറയണം, അതിന് പെഡ് സീറ്റ് എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് പോയി 27-ാം തീയതി പെഡ് സീറ്റ് എടുത്തു. പെഡ് സീറ്റ് എടുക്കാൻ എൻ്റെ കയ്യിൽ 11,000 രൂപയെ തലേ ദിവസം വരെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. 7,000 രൂപയും കൂടി എനിക്ക് വേണം. അപ്പം എന്ത് ചെയ്യുമെന്ന് എൻ്റെ ഓഫീസിലുള്ളവരപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ തരും, മാതാവ് തരുമല്ലോ, മാതാവ് ഉണ്ടല്ലോ, അത് മാതാവ് തന്നോളും, എനിക്കൊരു ടെൻഷൻ എനിക്ക് തോന്നണില്ല, കൃപാസന മാതാവ് അത് ഒരുക്കി തന്നോളും എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിൽ 5:30 മണിയായപ്പോൾ ചെന്നപ്പോൾ എൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നിക്കണം 3,000 രൂപ വന്നെന്നും പറഞ്ഞ്. അത് കഴിഞ്ഞ് എൻ്റെ ഫോണിൽ ഞാൻ നോക്കിയപ്പോൾ 18,000 രൂപ വേണ്ട എനിക്ക് 18,500 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു. ഞാൻ അമ്മയോട് ആ നിമിഷം തന്നെ നന്ദി പറഞ്ഞു. അമ്മേ, നീ എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹം തന്നെ, ഞാൻ എന്ത് പുണ്യമാണ് അമ്മ ചെയ്തതെന്ന്. ഞാനൊരു പാപിയാണ്, കാരണം എനിക്ക് പെട്ടെന്ന് അരിച്ചു ഞാൻ എന്താ പറയണതെന്ന് അറിയില്ല. അമ്മേ, എന്തുമാത്രം ഞാൻ വേദനിപ്പിക്കുന്നു, പക്ഷെ അമ്മ ഇത്രയും മാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ എല്ലാവരോടും ആ നിമിഷം തന്നെ വിളിച്ചു പറഞ്ഞു എനിക്ക് പൈസ റെഡി ആയിട്ടാ, ഇനി എനിക്ക് ഒന്നുകൊണ്ട് പണിക്കുക, ടെസ്റ്റിൽ വിജയം തന്നെയാണ് കേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഓഫീസിലുള്ളവർ വിളിച്ചു ചേച്ചിയുടെ വിശ്വാസം എന്തായാലും അത് തന്നെ ആകട്ടെ, ഞങ്ങൾക്കും ഒരു വിശ്വാസമുണ്ട് ചേച്ചി, കാരണം ചേച്ചി ഒരിത്തിരി നിമിഷം കിട്ടും പോലും ജപമാല പിടിക്കാതെ ചേച്ചി ജോലി എടുക്കാറില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ആ ഒരു വിശ്വാസത്തിൽ അമ്മയോടുള്ള കൃപാസന മാതാവിനെ എൻ്റെ ഭർത്താവിലേക്ക് ഞാൻ സമർപ്പിച്ചുകൊണ്ട് ഞാൻ പെഡ് സീറ്റ് എടുക്കാൻ ചെന്നു. ആ പെഡ് സീറ്റ് എടുക്കുന്ന നിമിഷം വരെ ഞാൻ അവിടെ ഇരുന്ന് കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷത്തിൻ്റെ ബുക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതുമായിട്ടാണ് ഞാൻ പോയത്. അത് ഞാൻ നെഞ്ചത്ത് കഴിച്ചിട്ട് അമ്മേ നീ ചെല്ലണം, ഈശോയെ നീ അവിടെ ചെല്ലണം, ബാക്കി ആരായാലും അതൊരു ഉപകരണം മാത്രമാണ്, നീ അവിടെ ചെന്നിരിക്കണം, എന്തെങ്കിലും ഒരു ഇത് കാണിച്ച് തന്നേക്കണം, അവിടെ എനിക്ക് അത്ഭുതം കണ്ടു. അപ്പം റിസപ്ഷനിലുള്ള പെങ്കൊച്ച് പറഞ്ഞു ചേച്ചിയുടെ പ്രാർത്ഥന ഒന്നും ഉണ്ടാവില്ല, ചേച്ചി ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. ആ മകളോട് പറഞ്ഞു മകളെ എനിക്ക് വേറെ അല്ല, ചേച്ചിക്ക് വേറെ ആരുമില്ല കൂടെ വരാൻ. ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ആരുമില്ല മോളെ കൂടെ, അമ്മയുണ്ടല്ലോ എൻ്റെ കൂടെ എന്ന് പറയും. ഞങ്ങൾ അവിടെ നിന്ന് വന്നു. പിറ്റേ ദിവസം റിസൾട്ട് മേടിക്കഴിഞ്ഞപ്പോൾ ഇയാളെന്നെ വിളിച്ചുകൊണ്ടേയിരുന്നു എന്തായാലും അവിടെ എത്തിയോ. ഞാൻ പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട, മാതാവ് തന്നെ കാത്തുകൊള്ളും, താൻ ടെൻഷൻ അടിക്കാതെ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നോ, ഒരു കുഴപ്പമുണ്ടാവില്ല, സന്തോഷകരമായിട്ട് തന്നെയായിരിക്കും ഞാൻ വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് റിസൾട്ട് വന്നു. ഇയാളുടെ ശരീരത്തിൽ ഒരു തടിപ്പ് പോലുമില്ല, നേരത്തെ കാണിച്ചിരുന്ന ക്യാൻസറിൻ്റെ തടിപ്പിൻ്റെ ലക്ഷണം പോലും ഇയാളുടെ ശരീരത്തിലുള്ള ഇല്ല. ഡോക്ടർ എന്നോട് പറഞ്ഞത് ഇതൊരു ശരിക്കും ഒരു അതിശയം തന്നെയാണ്, ധൈര്യമായിട്ട് ആൽബി പണിക്ക് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഡോക്ടർ ഒരു സ്വീറ്റ് തരികയും ഡോക്ടർ എഴുന്നേറ്റ് വന്ന് ഇയാൾ ഷെയ്ക്കാൻഡ് കൊടുക്കുകയും ചെയ്തു. എന്നോട് അവിടെ നിന്ന് ചോദിച്ചാൽ ആ നേഴ്സുമാർ ചേച്ചിയുടെ പ്രാർത്ഥന. ഞാൻ പറഞ്ഞു എൻ്റെ മോളെ എൻ്റെ ഒരു വല്ല പോലെ കൃപാസന മാതാവിൻ്റെ ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞ ആ നിമിഷം തന്നെയാണ് മാതാവ് എൻ്റെ ഭർത്താവിൻ്റെ ശരീരത്തിൽ വന്ന് തൊട്ടത്. അതെനിക്ക് പൂർണ്ണമായി വിശ്വാസമുണ്ട്. ഇത്രയും വലിയൊരു അനുഗ്രഹം എനിക്ക് തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 12-13 തിരുവചനങ്ങൾ പറയുന്നു, കർത്താവെ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. മനുഷ്യരെ പാതാളത്തിലേക്ക് ഇറക്കുന്നതും അവിടെ നിന്ന് കരകയറ്റുന്നതും ദൈവമാണ്. മരണത്തിൻ്റെയും ജീവൻ്റെയും മേൽ അധികാരമുള്ള തമ്പുരാൻ്റെ കരങ്ങളിലേക്കാണ് ഉടമ്പടി എടുത്ത മക്കൾ തങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുക. തൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗ കാരണവും പിന്നീട് ഡോക്ടേഴ്സ് പറയുന്നതും അതിനുശേഷം കിട്ടിയ രോഗസൗഖ്യവും ഇതൊക്കെയാണ് നാം ഇവിടെ കേട്ടത്. ആദ്യമേ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഓരോ അവസ്ഥയിലും പൈസയുടെ ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണ് പിന്നീട് ഡോക്ടേഴ്സിൻ്റെ ട്രസ്റ്റ് തന്നെ ഇവർക്ക് വേണ്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ഒരു തയ്യാറാകുന്നത്, അതെല്ലാം ഉടമ്പടി എടുക്കുന്നതിന് മുൻപാണ്. ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ നിമിഷം മുതൽ അമ്മ അവിടെ പ്രവർത്തിക്കുകയാണ്. അവിടെ അടുത്ത് കിടന്ന ഒരു ചേച്ചി കൊടുത്ത കൃപാസന പത്രം ഇവർ വായിച്ചു. അതുപോലെ തന്നെ ആ മകള് ഈ മകൻ്റെ ചെസ്റ്റിൽ ഉദരത്തിൽ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചു. ഇതൊക്കെയാണ് നാം കേട്ടത്. കൃപാസന പത്രം അത് നമുക്ക് വായിച്ച് അനുഗ്രഹം പ്രാപിക്കാനുള്ളതാണ്. അങ്ങനെ കൃപാസന പത്രം വായിച്ചതിന് ശേഷം ഈ മകന് പിന്നീട് സ്കാൻ ചെയ്യുമ്പോഴൊക്കെ ആ സ്കാനിങ്ങിലൊന്നും ഒരു തടിപ്പ് പോലും കാണുന്നില്ല. ക്യാൻസർ എന്ന് പറഞ്ഞ ആമാശയത്തിലെ ക്യാൻസർ എന്ന് പറഞ്ഞു, അത് കുടലിലേക്ക് വ്യാപിച്ച് കാണുമോ, ഇതൊക്കെയായിരുന്നു ഡോക്ടേഴ്സിൻ്റെ ഡൗട്ട്. എന്നാൽ എങ്ങും സ്പ്രെഡ് ചെയ്യാതെ ക്യാൻസറിൻ്റെ അണുക്കളൊന്നും ഇപ്പോൾ ഇല്ല എന്നുള്ള രീതിയിൽ സാധാരണ ചെയ്തുകൊണ്ടിരുന്ന
ജോലിയൊക്കെ ചെയ്യാൻ പറഞ്ഞാണ് ഈ മകനെ ഡോക്ടേഴ്സ് ഇപ്പോഴും പറഞ്ഞു വിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് തിരുവചനം പറയുക, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയതെന്ന്. ഈ കുടുംബത്തിന് ദൈവം കനിഞ്ഞു നൽകിയ എല്ലാ കൃപകൾക്കും ഈ രോഗസൗഖ്യത്തിനും നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.